നിർണായകമായ എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ ത്രസിപ്പിക്കുന്ന ജയം സ്വന്തമാക്കി ബാഴ്സലോണ ലാലിഗ കിരീടത്തിലേക്ക്. സീസണിലെ 4ാമത്തെ എൽ ക്ലാസിക്കോയും വിജയിച്ച് റയൽ മാഡ്രിഡിനെ സീസണിൽ വൈറ്റ് വാഷ് ചെയ്തിരിക്കുകയാണ് ഹാൻസി ഫ്ലിക്കിന്റെ ടീം. 4 എൽ ക്ലാസിക്കോകൾ തോൽക്കുന്ന, ഒരു സീസണിൽ 4 എൽ ക്ലാസിക്കോകൾ തോൽക്കുന്ന അവസ്ഥയിലേക്ക് റയൽ മാഡ്രിഡ് മാറി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. എന്തായാലും ബാഴ്സലോണ ലാലിഗ കിരീടം ഏതാണ്ട് ഉറപ്പിച്ചു എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും. കാരണം ഇനി 3 മത്സരങ്ങളാണ് അവശേഷിക്കുന്നത് ബാഴ്സലോണയ്ക്ക്. അതിൽ വെറും ഒരു ജയം മാത്രം മതി നിലവിൽ കിരീടം നേടാൻ ബാഴ്സലോണയ്ക്ക്. കാരണം റയൽ മാഡ്രിഡുമായുള്ള പോയിന്റ് വ്യത്യാസം 7 ഉയർന്നു. ഇരു ടീമുകൾക്കും വളരെ നിർണായകമായ ഒരു പോരാട്ടം തന്നെയായിരുന്നു. ഒരു ഫൈനലിന്റെ പ്രതീതി സൃഷ്ടിക്കുന്ന എൽ ക്ലാസിക്കോയാണ് ബാഴ്സലോണയുടെ ഹോം സ്റ്റേഡിയത്തിൽ നടന്നത്. റയൽ മാഡ്രിഡ് എന്തെങ്കിലും ഒരു ചാൻസ് ഇനിയുള്ള ടൈറ്റിൽ ക്ലാഷിൽ നിലനിർത്തണമെങ്കിൽ ഈ ഒരു വിജയം അനിവാര്യമായിരുന്നു. എന്തായാലും വളരെ ത്രസിപ്പിക്കുന്ന പോരാട്ടം തന്നെയായിരുന്നു. ആദ്യത്തെ 14 മിനിറ്റിനുള്ളിൽ റയൽ മാഡ്രിഡ് 2 ഗോളുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. 2 ഗോളുകൾ എംബാപ്പെ സ്വന്തമാക്കുന്നു. കളിയുടെ ഗതിക്ക് വിപരീതമായിട്ട് സ്കോർ ചെയ്യാൻ റയലിന് സാധിക്കുന്നു. റയലിന്റെ അതിവേഗ കൗണ്ടർ അറ്റാക്കുകൾ വർക്കൗട്ട് ആവുന്നു എന്നുള്ളൊരു പ്രതീതിയൊക്കെ സൃഷ്ടിച്ചിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഗംഭീരമായുള്ള ഒരു തിരിച്ചുവരവാണ് ഹാൻസി ഫ്ലിക്കിന്റെ ബാഴ്സലോണ നടത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ 4-2 ലീഡ് ബാഴ്സലോണ സ്വന്തമാക്കി എന്നുള്ളതാണ്. 2 ഗോളിന് പിന്നിൽ നിന്ന് ഫസ്റ്റ് ഹാഫിൽ തന്നെ 4 ഗോളുകൾ തിരിച്ചടിക്കാൻ ബാഴ്സലോണയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഭയങ്കര മികച്ച രീതിയിലുള്ള ഒരു പ്രസ്സിംഗ് ബാഴ്സലോണയുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ആദ്യത്തെ 2 ഗോളുകൾ വഴങ്ങിയതിനു ശേഷം നമുക്ക് കാണാൻ സാധിച്ചു. അതിന്റെ റിസൾട്ട് തന്നെയായിരുന്നു ഓരോ ഗോളുകളും. എംബാപ്പയുടെ ഗോള് 5-ാം മിനിറ്റിലാണ് ആദ്യം വന്നത്. അത് പെനാൽറ്റിയിൽ നിന്നായിരുന്നു. കുബാർസിയുടെ ഒരു മിസ്റ്റേക്ക് മുതലെടുത്ത് എംബാപ്പെ ബോക്സിനുള്ളിലേക്ക് കയറുന്നു. ഷെസ്നി ഫൗൾ ചെയ്യുന്നു. എംബാപ്പയ്ക്ക് പെനാൽറ്റി ലഭിക്കുന്നു. അനായാസം ലക്ഷ്യത്തിലെത്തിക്കുന്നു. അങ്ങനെ റയൽ മാഡ്രിഡ് ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ടിൽ ലീഡ് സ്വന്തമാക്കുന്നു. അധികം വൈകാതെ 14-ാം മിനിറ്റിൽ മറ്റൊരു കൗണ്ടർ അറ്റാക്കിലൂടെ റയൽ മാഡ്രിഡിനായി എംബാപ്പെ സ്കോർ ചെയ്യുന്നു. വിനീഷ്യസിന്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു എംബാപ്പയുടെ ഒരു ട്രേഡ് മാർക്ക് ഷോട്ട്. ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ശരിക്കും എല്ലാവരും ഒന്ന് ഞെട്ടി. ബാഴ്സലോണയെ സംബന്ധിച്ച് പറയാം, ഫ്ലിക്കിന്റെ മുഖത്തൊക്കെ ആ ഒരു ടെൻഷൻ ശരിക്കും കാണാൻ സാധിച്ചിരുന്നു. കാരണം ചാമ്പ്യൻസ് ലീഗ് ഏതായാലും പോയി, ഇനി ലാലിഗയും തുലാസിലാകുമോ എന്നുള്ളൊരു സാഹചര്യമായിരുന്നു ആ സിറ്റുവേഷനിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ നിന്ന് ഗംഭീര തിരിച്ചുവരവാണ് നടത്തിയത്. 2ാമത്തെ ഗോൾ വഴങ്ങി 5 മിനിറ്റിനുള്ളിൽ വീണ്ടും, അതായത് സ്കോർ ചെയ്യാൻ, ഈക്വലൈസർ കണ്ടെത്താൻ ബാഴ്സലോണയ്ക്ക് സാധിച്ചു. എറിക് ഗാർഷ്യയുടെ ഹെഡർ ഗോളിലൂടെയാണ് ബാഴ്സലോണ ഒരു ഗോൾ മടക്കിയത്. ഫെറാൻ ടോറസിന്റെ ഹെഡർ അസിസ്റ്റിൽ നിന്നായിരുന്നു ആ ഒരു ഗോള്. ഒരു കോർണറിൽ നിന്നാണ് ആ ഒരു നീക്കം ഉടലെടുത്തത്. പിന്നീട് 32-ാം മിനിറ്റിൽ ലെമീൻ യമാൽ ഒരു ഗംഭീര കേളിംഗ് ഷോട്ടിലൂടെ, ആ ഒരു താരത്തിന്റെ ക്ലാസ് അളക്കുന്ന ഒരു ഷോട്ടിലൂടെ സ്കോർ 2-2 മാറ്റി. ആ ഒരു ഗോളിനും അസിസ്റ്റ് ചെയ്തത് ടോറസ് തന്നെയായിരുന്നു, ഫെറാൻ ടോറസ് ആയിരുന്നു. യമാലിന്റെ ഓരോ ബ്രില്യൻസ് നമുക്കിങ്ങനെ ഈ ഒരു മത്സരത്തിൽ കാണാൻ സാധിച്ചു. ഇതിനു മുമ്പും 1-2 മികച്ച അവസരങ്ങൾ യമാലിന് ഉണ്ടായിരുന്നു. പക്ഷേ തിബോ കോർട്ടുവയുടെ കിടൻ സേവുകളൊക്കെ റയൽ മാഡ്രിഡിന്റെ രക്ഷയ്ക്ക് എത്തുകയായിരുന്നു. പിന്നെ അവിടെ നിന്നും ബാഴ്സലോണ വെറുതെ ഇരിക്കാൻ തയ്യാറായില്ല. സ്കോർ 2-2 ആയതോടുകൂടി ഗംഭീര തിരിച്ചുവരവിനുള്ള ശ്രമം തന്നെയാണ് ബാഴ്സലോണ നടത്തിയത്. ഏത് വിധേനയും മത്സരം ജയിക്കുക, ലാലിഗ കിരീടത്തിലേക്ക് നടന്നെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയായിരുന്നു ബാഴ്സലോണയ്ക്ക് മുമ്പിലുണ്ടായിരുന്നത്. പിന്നീട് കണ്ടത് 34-ാം മിനിറ്റിൽ, അതായത് 2-2 സ്കോറായി 2 മിനിറ്റിനകം റഫീനിയ സ്കോർ ചെയ്യുന്നു. നല്ലൊരു ക്ലീൻ സ്ട്രൈക്ക് ആയിരുന്നു. അതിനുശേഷം 45-ാം മിനിറ്റിൽ ഒരു ഗംഭീര പ്രസ്സിങ്ങിന്റെ റിസൾട്ട് ആയിരുന്നു ആ ഒരു ഗോൾ. അതും റഫീനിയാണ് നേടിയത്. ലൂക്കാസ് വാസ്കോസിനെ മറികടന്ന് പന്ത് ഫെറാൻ ടോറസ് നൽകുന്നു. ഫെറാൻ ടോറസ് അത് തിരിച്ച് റഫീനിയക്ക് നൽകുന്നു. 1-ാം തരം ഒരു സ്ട്രൈക്കിലൂടെ, നല്ലൊരു ഫിനിഷിലൂടെ റഫീനിയ സ്കോർ ചെയ്യുന്നു. അങ്ങനെ 4-2 എന്നുള്ള അവസ്ഥയിലേക്ക് കളിയുടെ ഗതി മാറുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫിലും ബാഴ്സലോണ തന്നെയാണ് ഡൊമിനേറ്റ് ചെയ്തത്. പക്ഷേ റയൽ മാഡ്രിഡിന്റെ ഭാഗത്ത് നിന്ന് കുറച്ചും കൂടി നല്ല അറ്റാക്കുകൾ നമുക്ക് കാണാൻ സാധിച്ചു. എങ്ങനെയെങ്കിലും മത്സരത്തിലേക്ക് തിരികെ വരണം എന്നുള്ള ഒരു ശ്രമം റയലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എംബാപ്പയുടെ ഒരു ഗോള് ഓഫ് സൈഡ് വിധിച്ചു. അതിനുശേഷം ലെമീൻ യമാൽ ഒരു ഗോൾ നേടിയെങ്കിലും അതും ഓഫ് സൈഡായി മാറുകയാണ് ഉണ്ടായത്. പിന്നെ ഒരു പെനൽറ്റി ലഭിക്കേണ്ടതായിരുന്നു ബാഴ്സലോണയ്ക്ക്, ചൗമേനിയുടെ ഒരു ഹാൻഡ് ബോളിന്. പക്ഷേ വാറിന്റെ സഹായത്തോടെ റഫറി പെനൽറ്റി അനുവദിച്ചില്ല. അതൊരു നിരാശയായി മാറി ബാഴ്സലോണയെ സംബന്ധിച്ച്. അതിപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയുകയാണെങ്കിൽ 70-ാം മിനിറ്റിൽ എംബാപ്പെ ഹാട്രിക് തികച്ചു. റയൽ മാഡ്രിഡിനെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് എംബാപ്പെ ആ ഗോളിലൂടെ നടത്തിയത്. എംബാപ്പയുടെ ഒരു ഒറ്റയാൾ പ്രകടനം തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. റയൽ മാഡ്രിഡ് ഡിഫൻസിലെ പോരായ്മകളും എംബാപ്പയുടെ ബ്രില്യൻസും ഇങ്ങനെ ഒരു അസന്തുലിതാവസ്ഥയായിട്ട് റയലിന്റെ സ്ക്വാഡിൽ നിന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. ആ ഒരു ഗോൾ വന്നതോടുകൂടി
ബാഴ്സലോണ ഒന്നും കൂടി ഉണർന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. പിന്നെ ബാഴ്സലോണയുടെ ഭാഗത്ത് നിന്ന് തുടരെയുള്ള അറ്റാക്കുകൾ നമുക്ക് കാണാൻ സാധിച്ചു. റഫീനിക്ക് 1-2 നല്ല ചാൻസസ് ലഭിച്ചിരുന്നു, പക്ഷെ ഒന്നും സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. ഒടുവിൽ 96 മിനിറ്റിൽ സ്റ്റോപ്പേജ് ടൈമിന്റെ അവസാനം ബാഴ്സലോണ 5ാമത്തെ ഗോൾ നേടിയെന്ന് നമ്മളെല്ലാവരും വിചാരിച്ചു. പക്ഷേ ഫെർമിൻ ലോപ്പസിന്റെ ആ ഒരു കിടിലൻ സ്ട്രൈക്ക് റൂൾഡ് ഔട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ബിൽഡപ്പിനിടയിലുള്ള ഹാൻഡ് ബോൾ ആണ് വിനിയായി ബാഴ്സലോണയ്ക്ക് മാറിയത്. പക്ഷെ അങ്ങനെയാണെങ്കിലും ബാഴ്സലോണയ്ക്ക് വിജയിക്കാൻ സാധിച്ചു. അവസാന നിമിഷം വരെ ആവേശം ആറാടിയ ആരാധകരെ മുൾമുനയിൽ നിർത്തിയ ഒരു പോരാട്ടത്തിനൊടുവിൽ 4-3 ത്രസിപ്പിക്കുന്ന ജയം തന്നെയാണ് ബാഴ്സലോണ സ്വന്തമാക്കിയത്. മത്സരത്തിൽ പൊസിഷൻ ആണെങ്കിലും കൂടുതൽ ഷോട്ടുകളാണെങ്കിലും ഓൺ ടാർഗറ്റ് ഷോട്ടുകളാണെങ്കിലും ഇതെല്ലാം ബാഴ്സലോണയ്ക്കൊപ്പം തന്നെയായിരുന്നു. റയൽ മാഡ്രിഡിന്റെ ലക്ഷ്യം കൗണ്ടർ അറ്റാക്കുകളായിരുന്നു. ഫാസ്റ്റ് കൗണ്ടർ അറ്റാക്കുകൾ വഴി റിസൾട്ട് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് റയൽ മാഡ്രിഡ് നടത്തിയത്. തുടക്കത്തിൽ അവർക്ക് അതിന് റിസൾട്ട് ലഭിച്ചെങ്കിലും പിന്നീട് വേണ്ടത്ര രീതിയിൽ ആ ഒരു ടാക്ടിക്സ് വർക്കൗട്ട് ആയില്ല എന്നുള്ളതാണ്. പിന്നെ റയൽ മാഡ്രിഡിന്റെ ഡിഫൻസിലെ പാളിച്ചകൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിച്ചു. വാസ്കസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു പുവർ പെർഫോമൻസ് ആയിരുന്നു. പല താരങ്ങളും റയലിന്റെ താരങ്ങൾ ഔട്ട് ഓഫ് പൊസിഷനായി മാറി എന്നുള്ളതാണ്. പലപ്പോഴും അത് ഒരുപാട് സ്പേസസ് ബാഴ്സലോണ താരങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും ഇനിയിപ്പം ഒരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് നടക്കുന്നതിൽ കാര്യമില്ല. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് ഈ സീസൺ ഒരു ദുരന്തമായി മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഒറ്റ ട്രോഫി പോലും ഇല്ലാതെ മടങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കാണ് റയൽ മാഡ്രിഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാഴ്സലോണയെ സംബന്ധിച്ച് ഹാട്രിക് കിരീടം നേടാനുള്ള ഒരു അവസരമാണ് ഇതോടെ അവർക്ക് കൈവന്നിരിക്കുന്നത്. എന്തായാലും കിരീടം ഉറപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇനിയിപ്പോൾ ലാലിഗയിൽ വലിയ അട്ടിമറികളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. അതുമാത്രമല്ല, ഫ്ലിക്കിന്റെ ആദ്യത്തെ സീസണിൽ തന്നെ 3 കിരീടങ്ങൾ നേടാൻ സാധിച്ചു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ബാഴ്സലോണ സ്ക്വാഡിന്റെ ഒരു പെർഫോമൻസ് അത്രയ്ക്കും മികച്ചതായിരുന്നു. ഒരുപാട് പരിക്കുകളൊക്കെ ഉണ്ടായിട്ട് പോലും യുവതാരങ്ങളൊക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയുള്ള പെർഫോമൻസ് ആണ് ബാഴ്സലോണയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചത്. ലെമിൻ യമാൽ ആണെങ്കിലും കുബാർസി, ഇങ്ങനെ ഒരുപാട് താരങ്ങൾ, പിന്നെ റഫീനിയുടെ ഒക്കെ ഒരു വീണ്ടെടുപ്പ് നമുക്ക് കാണാൻ സാധിച്ചു. ചാമ്പ്യൻസ് ലീഗിന്റെ സെമിയിൽ അടിതെറ്റിയെങ്കിൽ പോലും ഈ ഒരു വിജയം ബാഴ്സലോണയ്ക്ക് വലിയ ആത്മവിശ്വാസം പകരും, പ്രത്യേകിച്ച് അടുത്ത സീസണിലേക്ക്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു മത്സരത്തെക്കുറിച്ച്, ഈ ഒരു എൽ ക്ലാസിക്കോയെ കുറിച്ച്, 4ാമത്തെ എൽ ക്ലാസിക്കോ സീസണിലെ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണേ.